ഇംഗ്ലീഷ് അടിച്ചു വരുന്നു. ഇംഗ്ലീഷ് അടിച്ചു വരുന്നു. ഞാൻ വായിച്ചല്ലോ. എന്റെ ഇതിനൊക്കെ എത്ര വയസ്സായി? 9 വയസ്സായി. എത്ര പഠിക്കണം? ഞങ്ങൾ പണ്ട് കുഞ്ഞിലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ യൂട്യൂബ് ചാനലുണ്ട്. ഇതിൽ കിടപ്പുണ്ട് പണ്ട്. കട്ടിലില് സൂര്യ കസേരയെന്ന് കൊച്ചനെ മേത്ത് വീഴുന്നതും പിന്നെ മറ്റേ പെണ്ണ് അതില്ലേ ഇവിടെ നമ്മുടെ ഹോളിൽ വെച്ചെടുത്ത കുറെ വീഡിയോസ് കോമഡിയാണ്. എന്നെ ചോക്ലേറ്റ് എടുക്കുമ്പോൾ ഞാൻ ചെവിക്കാരൻ അടിച്ചു പൊട്ടിക്കുന്നൊക്കെ ഉണ്ട്. ഇവളായിട്ട് വീഡിയോ ചെയ്തിട്ട് എത്ര 5 വർഷമായ? ഇവക്ക് 4 വയസ്സുള്ളപ്പോൾ എന്തോന്ന് നമ്മള് 4 വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ജസ്റ്റ് വീഡിയോ ഇട്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത്രയും കൂടെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നാട്ടിലെവിടെ? നമ്മൾ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം തലസ്ഥാനം. തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള. ഞങ്ങളുടെ സിറ്റിയിലാണ്. പഴയ റോഡിലാ നമ്മൾ റോഡിന്റെ ലൊക്കേഷൻ പോലും ഇതിന് അറിഞ്ഞൂടാ. പിന്നെയാണ് ശരിക്കുള്ള പേര് മെഡിക്കൽ കോളേജ്. മറ്റേ ചേട്ടൻ കൊല്ലമാണോ? കൊല്ലം. പപ്പടം കിട്ടത്തിന് ഇടി കിട്ടുമോ ഗൈസ്? ഞങ്ങൾ ട്രിവാൻഡ്രം. ഞാൻ കൊല്ലം. ഓഹോ, ഇവരെങ്ങനെ വ്ലോഗ് ചെയ്യും? ഇത് യൂട്യൂബറിൽ വ്ലോഗ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല. അവന് മലയാളം അറിഞ്ഞോട്ടെ. യാതോ ഹിന്ദിക്കാരൻ വന്ന് കമന്റ് ചെയ്യണം. അവൻ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഹിന്ദി അറിഞ്ഞല്ലോ. അത് മലയാളമൊക്കെ മനസ്സിലാവും. ഇങ്ങനത്തെ ഹിന്ദിക്കാരൻ പറഞ്ഞ് മനസ്സിലാവും. ഇവ എന്തോ വശപ്പശയുള്ള ഒരു കമ്പനിയായിട്ടാണ് ബ്ലാഡി ഫുഡ്. പോവാൻ പറ. നാളെ എന്താ പരിപാടി? നാളെ സൺഡേ അല്ല. അപ്പൊ കുറച്ച് തുണിയൊക്കെ നനയ്ക്കണം. ആര് തുണി നനയ്ക്കും? ഞാനാണ് എന്റെ തുണി നനയ്ക്കാറുള്ളത്. അപ്പൊ കുഞ്ഞുണ്ടല്ലോ, അപ്പൊ കുഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലേ കുഞ്ഞ്? എന്റെ തുണികൾ നനയ്ക്കാറുണ്ട്. അയ്യോ ദൈവമേ, അവരവരുടെ തുണി അവിടെ തന്നെ നനയ്ക്കണം ഗൈസ്. അതാണ് എന്റെ ഗൈസ്. ഞാൻ ഇവിടെ വീട്ടിൽ പോയി നിന്നപ്പോ അത്ര തുണ നനച്ചത് കുഞ്ഞാണ്. കൊച്ചച്ഛനല്ല, കുഞ്ഞാണ്. കൊച്ചച്ഛന്റെ എല്ലാ തുണിയും ജീൻസ് വരെ. തും കോനോ കോ മുഗൾ കൊഗാട്ടെ തും കോൻ അൺസ്ക്രൈബ് കരാ തു കാൻ ഇവര് മറ്റുള്ള വെച്ചിട്ട് പോടാ. ഹിന്ദിയിൽ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്ക് ഇത്ര ഹിന്ദി അറിയോ? തുമാരാ അവനെ വെറുതെ ഇതാക്കണ്ട. ഇതിന് വേണമെന്നത് പ്ലസ്. ഞാൻ തന്നെ എന്നെ തുണി നനയ്ക്കണം. ഇന്ന് ഞാൻ തന്നെ നനച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കുഞ്ഞ വന്നപ്പോ കുഞ്ഞല്ല വന്നപ്പോ അവളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. അവർക്ക് വ്യായാമം വേണ്ടേ? അതുകൊണ്ട് മാത്രം. ഒന്നെങ്കിൽ പപ്പ അല്ലെങ്കിൽ പപ്പ അല്ല കൊച്ചച്ഛൻ നനയ്ക്കാറുള്ള ഏത് തുണിയാണ്? എന്റെ എല്ലാ തുണിയും ഞാൻ തന്നെ നനച്ചോളൂ. ഒന്നുമില്ല, ചുമ്മാ നെയിം പറഞ്ഞോളൂ. ഞാൻ എല്ലാ തുണിയും നനയ്ക്കും. കൊച്ചച്ഛൻ നനയ്ക്കത്തില്ല. കൊച്ചച്ഛൻ നനച്ചെടുക്കുന്ന കുഞ്ഞാണ്. വെറുതെ ഞാൻ അവിടെ പോയി സ്റ്റേ ചെയ്ത ദിവസം ഞാൻ അത്രയും കണ്ടത് കൊച്ചച്ഛന്റെ തുണി നനയ്ക്കുന്നതാണ്. നിന്നെ കാണിക്കാൻ വേണ്ടിയാണ്. ശരി. പിന്നെ കുഞ്ഞിന്റെ കൊച്ചച്ഛന്റെ അത്രയും ഷർട്ട് കുഞ്ഞാണ് നനച്ചത്. അടുത്തായാലും എന്റെ നെയിം പറ. നെയിം ചോദിച്ചു. എന്റെയോ? എന്റെ നെയിം ഇമ്മയ. വീട്ടിൽ എന്ത് വിളിക്കും? ഐഷു വിളിക്കും. ഞാൻ എന്ത് വിളിക്കും? ഐഷു. ചിലപ്പോ കുട്ടി പിശാശെ വിളിക്കും. എന്നെ വേറെ പേര് വിളിക്കുമല്ലോ. കുരുപ്പ്. ഇത് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ. അന്ന് കൊച്ചച്ഛൻ വേറൊരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടോ. കൊച്ചച്ഛൻ ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് കൊച്ചച്ഛൻ പറഞ്ഞില്ല. ഞാൻ തുണി നനയ്ക്കാണ്. കൊച്ചച്ഛൻ ഇമ്പോർട്ടന്റ് ആയ ഒരു വർക്കിലിരിക്കുമ്പോ ആവശ്യപ്പെട്ട ഒരു വർക്കിലിരിക്കുമ്പോ ഞാൻ കൊച്ചച്ഛനെ വിളിച്ച് എന്ത് ചെയ്യാ
ബിസി ആണോ ചോദിച്ചപ്പോൾ കൊച്ചൻ പറഞ്ഞില്ലേ അല്ല ബിസി അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ